This is the building and we are going to introduce the German video vloggers. Okay, നമ്മള് റോക്ക്ലോയില് ഞങ്ങളൊരു ബ്രിഡ്ജ് കയറിയിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വന്നിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഇത് അജിത്ത്, നമുക്ക് അറിയാം പാവം ഈ ചാനലിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു. പക്ഷെ ചാനൽ ഇവളുടെയാണ്. പക്ഷെ എല്ലാം 95% ജോലി എടുക്കുന്ന ഇവനാണ്. ഇവനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം, ഇവൻ ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിയല്ലോ എന്ന്. ഇതൊക്കെ അഭിനയാണ് ഗൈസ്, ഇത് മൊത്തം അഭിനയാണ്. അവന് കുറച്ച് ഇതാക്കി ചെയ്യുന്നതാണ്, അഭിനയാണ്. ഇവള് ഇങ്ങനെ ചെയ്താണ് ഇവനെ ഇങ്ങനെ ആക്കിയത്. ഇവന്റെ മുഖം കണ്ടാ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കണ കണ്ട. ഞാൻ വന്നപ്പോ ഇവനെ കണ്ടത് വേറെ പോലെയായിരുന്നു. ഓക്കെ സോ ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. ഇവൻ ജീവനുണ്ടെങ്കിൽ ഞങ്ങള് അടുത്ത വീഡിയോസിൽ കാണുന്നതാണ്. ജാക്കിന്റെ ഒരു കാര്യം ഗൈസ്, പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് നിങ്ങൾ ആരും വരരുത്. ഓക്കെ, സോ ഇങ്ങനെ ചുമ്മാ റോട്ടിൽ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് ഞങ്ങളെ ഭയങ്കര ശല്യമാണ്. ഞങ്ങളെല്ലാവരും കഷ്ടപ്പാടിലാണ്. ഞങ്ങൾ കഷ്ടപ്പാടിലാണ്. ഇവർക്ക് ഫോട്ടോ എടുത്തെടുത്ത് ഞങ്ങൾ മടുത്ത്. അജിത്ത്, നീ വല്ലതും പറയുന്നുണ്ടോടാ? ഇവർ പെണ്ണ് കിട്ടിയിട്ടില്ല ഗൈസ്. ഗൈസ് ഇതൊക്കെ കട്ട് ചെയ്യുകയാണ് ഞങ്ങള്. ഓക്കെ, ഞങ്ങള് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. ഓക്കെ, ഞങ്ങള് അടുത്ത ലൊക്കേഷനിലോട്ട് മൂവ് ആണ്. കുറച്ചും കൂടെ ഫോട്ടോസ് എടുക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ളതാണ്. എന്നിട്ട് നമ്മളിപ്പോൾ പോകുന്ന ലൊക്കേഷൻ്റെ പേരെന്താ? പാസേജോ. സോ പാസേജിലായിട്ട് നോക്കിയുള്ള പയനമാണ് ഞങ്ങളുടെ ഇപ്പോൾ. സോ ഞങ്ങൾ പാസേജ് എത്തിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, അറിയോ നമ്മള് സ്റ്റോപ്പില് ഇതൊന്നാണെന്ന് നമ്മള് ജിമ്മൊക്കെയാണ് കണ്ടുപിടിച്ച് കൊടുത്തത്. ട്രാം എടുക്കണേ, ട്രാം എടുക്കണേ. ചെക്കനെ എടുത്ത് പിടിച്ച അയാളെ കഴിഞ്ഞിട്ട് ഇവിടെ എടുക്കാം, ഇതെടുക്കാം. ഓ ഷിറ്റ്. വീഡിയോ കളർ സൂമിലാണ് കേട്ടോ. സൂമിലുണ്ടാ, കാരണം അടുത്തെത്തുമ്പോഴേക്കും പിന്നെ അത് ഈ സാധനം മാറ്റണം. ഈ സാധനം ഇവിടെ നിന്ന് എടുത്താലോ? ഇങ്ങനെ എടുത്താ അവൻ വല്ലതും വിചാരിക്കുമോ? ഞങ്ങള് പാസേജ് വഴി കൂടെ പോയിക്കൊണ്ടിരുന്നപ്പം ഒരു ഭയങ്കര അടി. എന്താണ് അടിയെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. കൊക്കോ പറ, കൊക്കോ എന്തായിരുന്നു നിന്റെ ഡയലോഗ്?
നിന്നെ നിന്റെ കിട്ടിയത് അവന്റെ ഭാഗ്യം. ആരുടെ ഭാഗ്യം? ലവന്റെ. എനി കമന്റ്സ് ഓൺ ദാറ്റ്? അവരുടെ അപ്പന്റെ അമ്മയുടെ ഭാഗ്യം. പെട്ടല്ലേ? അവളെ ഒഴിവാക്കി വിട്ടു. ഷോക്കാണ് ഗൈസ്. കെട്ടല്ലേ ആരും. റെഡാണ്. ഞങ്ങളുടെ നാട്ടിലൊരു മാഷുണ്ട്. മാഷ് പറയും 14 ദിവസം കഴിഞ്ഞിട്ട് വർത്താനം പറയാന്ന്. ഓക്കെ, ഞങ്ങൾ പറഞ്ഞ പാസേജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ എത്ര കുറേ സ്റ്റാച്യൂസ് ഇവിടെ 14 സ്റ്റാച്യൂസ് ഇവിടെ പകർത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ ഹിസ്റ്ററി ഞങ്ങളിപ്പോൾ സൂപ്പറായിട്ട് പറഞ്ഞുതരും. ചേട്ടാ പറയട്ടാ. ചേട്ടാ ഓടല്ലേ? അതേതോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഹിസ്റ്ററി. ഏതോ ഒരു സിനിമയ്ക്ക് ടി വി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ പതിച്ചു വെച്ചൊക്കെയാണ്. സോ നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ ചാനൽ ഉണ്ടാക്കുകയാണെങ്കിൽ, നിങ്ങൾ ടി വി പ്രോഗ്രാം തുടങ്ങുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്താൽ നിങ്ങളുടെ ചാനൽ സക്സസ് ആണ്. ഗൈസ്, നിങ്ങൾക്ക് ചേട്ടൻ ഹിസ്റ്ററി പറയാൻ പോവാണ്. അത് ചേട്ടൻ അറിയാതെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് ചേട്ടൻ അറിയാതെയാണ് ഇപ്പൊ വീഡിയോ എടുക്കാൻ പോകുന്നത്. ചേട്ടാ, നമ്മള് ഈ പാസേജ് എന്ന് പറയുന്ന ഹിസ്റ്ററി എങ്ങനെയാണ്? ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്സ് ആണ്. ഇത് 14 റിയൽ സൈസ്ഡ് ഹ്യൂമൻസിന്റെ സ്റ്റാച്യൂസ് ആണ്. 1977 ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ ചെയ്തേക്കുന്നത് വാർസോവിലാണ്. അതിന്റെ റെപ്ലിക്കയാണ് ഇവിടെ റോക്ലോയിലുള്ളത്. ഇത് ഒരു ടി വി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ബൈ ജെർസി കലീന. അങ്ങനെയാണ് പേര്. ജെർസി കലീന. It was created for the Fox Populi television program. Fox Populi എന്ന് പറഞ്ഞ ടെലിവിഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇവരുടെ ഹിസ്റ്ററി പറയുന്നത് മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഓക്കെ, അത്രയ്ക്ക് മതി ഗൈസ്. അപ്പം നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. മനസ്സിലായില്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ മതി. പാസേജ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. ഇല്ല, നിങ്ങൾക്ക് ഇനി കുറച്ച് തെളിവായിട്ടുള്ള എക്സ്പ്രഷൻ വേണമെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലെ മോസ്റ്റ് ബ്രില്യൻറ്റ് ഗേൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോക്കാണ്. സോ ബ്രില്യൻറ്റ് ഗേൾ പാസേജിനെ പറ്റിയുള്ള എന്താ പറയുന്നത്, ക്യാമറ കണ്ടച്ചിരിക്കും. അതാണ് ഇവളുടെ സ്പെഷ്യൽ. 2 ഫോട്ടോ കിട്ടിയാൽ മതി അല്ലേ? ഫോട്ടോ കിട്ടിയോ നിനക്ക്? ഫോട്ടോ കിട്ടിയില്ലേ? അതിൻ്റെ വിഷമത്തിലാണോ പോകുന്നത്? സോ ഇവൾക്ക് ഇങ്ങനെ അത്ര ഒന്നും കാണണ്ട, അവൾക്ക് ഫോട്ടോ എടുത്താൽ മാത്രം മതി. അതാണ് അവളുടെ ഒരു മെയിൻ അച്ചീവ്മെൻറ്റ്. ഫോട്ടോ എടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ 2 സ്റ്റോറി ഇടുക, എന്നിട്ട് ആ ഫ്ലാഗ് കുത്തുക. അത്രേ ഉള്ളൂ അവളുടെ ജീവിതത്തിൽ. അവൾക്ക് ആഗ്രഹം എന്ന് പറയുന്ന സാധനങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചാനലിൽ എന്തോ ഞാൻ സംസാരിക്കുന്ന പോലെ ഉണ്ടാവും, പക്ഷെ ഈ ചാനലിൻ്റെ ഉടമസ്ഥി ഇവളാണ്. ഇവളോട് വല്ല സംസാരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കുണുങ്ങി നടക്കും. ഗൈസ്, നിങ്ങളുടെ ബന്ധുക്കളിൽ ആർക്കെങ്കിലും ഇവന് പറ്റിയ പെണ്ണുണ്ടെങ്കിൽ ഒന്ന്
കണ്ടുപിടിച്ച് തരണം. ഓക്കെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും കല്യാണം കഴിക്കാത്തത് ഇവ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമാണ് എന്റെ ജീവിതം ആർമാദിച്ച് നടക്കുന്നത്. ഇവരൊക്കെ പെട്ടു. അല്ല ഗൈസ്, എനിക്ക് ഇവനെ കല്യാണം കഴിപ്പിച്ച് ചത്താലും കുഴപ്പമില്ല ഗൈസ്. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു പൊങ്കു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കെട്ടും ഉറപ്പില്ല എന്നാ പറഞ്ഞത്. അതിലാണ് ഏട്ടൻ വീണത്. ഇതിലാ ഞാൻ വീണത്. അന്ന വരുന്ന വരയ്ക്ക് നമ്മള് ലാഭിച്ചിട്ട് വിടാന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പിരിയാം, സാരമില്ല, എന്റെ വിധിയാന്ന് ഓർത്തോളാം. ട്രൈ ചെയ്ത് ഇട്ട് നോക്കി. എന്റെ ട്രൈയിൽ അവള് വീണടാ. ഗൈസ് ബിയർ ഞാൻ പ്രേമിച്ചു തുടങ്ങിയതിന്റെ പിറ്റേന്ന് ഞാൻ പ്രപ്പോസ് ചെയ്ത പിറ്റേന്ന് ഞാൻ അമ്മ എടുത്തു. നമ്മളെ ഇത് വ്ളോഗാക്കട്ടെ. ചേട്ടന്റെ ദുരന്തം. ഓക്കെ, പിന്നെയും ഞാനാണ്. ഞങ്ങൾ പ്ലാനിന് കുറച്ച് മാറ്റി. അപ്പം ആക്ച്വലി നമ്മളുടെ പ്ലാൻ വന്നിട്ട് പോളണ്ട് ഇന്ന് കറങ്ങിയിട്ട് ഇന്ന് തന്നെ ഡ്രസ്സനിലോട്ട് തിരിച്ചു പോകുന്നതായിരുന്നു പ്ലാൻ. പക്ഷേ ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ട് ഒരു ദിവസം കൂടെ എക്സ്ട്രാ പോളണ്ടിൽ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് തീരുമാനിച്ചു. സോ അതിൻ്റെ ഫുൾ പ്രിപ്പറേഷനാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. സോ ആ പ്രിപ്പറേഷൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കുറച്ച് കഥകൾ അറിഞ്ഞു. ആ കഥ വന്നിട്ട് ഞങ്ങളുടെ പവർ കപ്പിൾസ് നീതു, ഫർഗീസെ ഉണ്ട്, അശ്വിൻ, ഇതൊക്കെ വിശ്വസിക്കരുത്, ഡ്രാമയാണ്. സോ ഞങ്ങൾ കുറച്ച് കഥകൾ കേട്ടായിരുന്നു. കണ്ടിട്ട് കോക്ക് പറയുന്നതാണ് ഞാനെന്ത് മാമയോ നിനക്ക് നിന്നെ ഒന്നിപ്പിക്കാൻ? ഓ മൈ ഗാഡ്. ഇപ്പം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ എന്താ കാണുന്നത്? ഈ ഏതോ ഒരു ബിൽഡിംഗ് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങിന്റെ ഹിസ്റ്ററി ഈ ചാനലിന്റെ ഉടമസ്ഥയായ സുനിഷ സിന്ധു പറയുന്നതാണ്. എന്താണ് ജർമ്മൻ വീട്? പ്ലീസ് പറയൂ, ഇതെന്താണ് കാര്യം? എന്താണ് പറ ടോപ്പിക്? ഈ സ്ഥലത്തിന്റെ പറ്റിയുള്ള ഹിസ്റ്ററി നീ ഇപ്പൊ പറയും. കണ്ണ് കാണാത്ത ആൾക്കാർക്ക് കിടത്താനുള്ള ബിൽഡിംഗ് ആണ് അത്. അതെനിക്ക് മനസ്സിലായി. എന്താണ് കണ്ട? ഇതാണ് ചുമ്മാ എപ്പോ നോക്കിയാലും നിങ്ങൾക്ക് ക്ലിപ്പ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ കാണിക്കുക, ആ വീഡിയോ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് കണ്ടോളൂ. പോരെ, ആ മതി. വാടേ മുട്ടേന്ന്. എന്താണ്? എന്തിന്? നീ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് സംസാരിച്ച് ഇന്ററാക്റ്റീവ് ആയിരിക്കണം. അപ്പം എല്ലാം പറഞ്ഞ് നടക്കുന്നു. എന്ത് പറയാനാണ്, എനിക്ക് പോളണ്ടിനെ പറ്റിയിട്ട് അധികം കാര്യങ്ങളൊന്നും അറിയില്ല. പഠിച്ചുകൊണ്ട് വരികയാണ് ഗൈസ്. എവിടെ നോക്കിയാലും ഓരോ സ്റ്റോറി പറയാനായിട്ട് കുള്ളന്മാരുടെ കുള്ളത്തികളുടെ 240 അവന്റെ എതിരാത്ത് കിടക്കുക 241 കാണിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്.
നീ വാങ്ങിച്ചോട്ടെ. Good.